വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ അങ്ങനെ എങ്ങ് പോയാലോ എന്നും പറഞ്ഞ് സുസ്മിത ശാരദാമ്മയെ പിടിച്ചു നിർത്തുകയാണ്. അന്നേരം ശാരദാമ്മ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് സുസ്മിത അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് എന്തെങ്കിലും ഇവിടെ മറന്നു വച്ചിട്ടുണ്ടോ എന്നും സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് പരിങ്ങി നിൽക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും ഒക്കെ. തുടർന്ന് എന്നോട് യാത്ര ചോദിക്കുന്നില്ലേ, ശാരദാമ്മ എന്നെ കണ്ടില്ലേ, ശാരദാമ്മയുടെ കയ്യിലുള്ളത് എനിക്ക് തന്നേ തീരുമെന്ന് സുസ്മിത ഇങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ശാരദാമ്മ ആ യന്ത്രം തൻ്റെ സാരിത്തുമ്പിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കണ്ടുകൊണ്ട് ശാലിനിയോട് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ശാരദാമ്മയുടെ അമ്മയുടെ കയ്യിലിരിക്കുന്നെന്ന് ശാലിനി അതേ കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, രോഹിതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ഒരു കൈ കൊണ്ട് സുസ്മിതയുടെ തലയിൽ ഇങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് കൈവയ്ക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, അതല്ല, രണ്ട് കൈ കൊണ്ടും എന്നെ അനുഗ്രഹിക്കണം, ശാരദാമ്മയുടെ കയ്യിലുള്ളത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് മറ്റേ കൈ ശാരദാമ്മയുടെ യന്ത്രം ഇരിക്കുന്ന കൈ കൂടി സുസ്മിത പിടിക്കുകയാണ്. അന്നേരം സത്യഭാമയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മറ്റേ കൈ കൂടി എടുക്ക് ശാരദാമ്മയെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ്. ഇനി അത് രണ്ട് കൈയും കൂടി എടുക്കുമ്പോൾ സത്യഭാമ കാണുമല്ലോ. അന്നേരം പെട്ടെന്നാണ് സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് പത്മാവതി അമ്മ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. പെട്ടെന്ന് അവിടെ സന്ദർഭം മാറുകയാണ്. ശാരദാമ്മയ്ക്ക് ആ യന്ത്രം അവിടെ കാണിക്കേണ്ടി വരുന്നില്ല. തുടർന്ന് സുസ്മിത അങ്ങ് വിഷമത്തിലാവുകയാണ്. ഇവരെന്തിനായി വരുന്നത് എന്നുള്ള ഭാവത്തിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ടാണ് പത്മാവതി അമ്മ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം വാ പത്മാവതി ഇരിക്കുന്നൊക്കെ സത്യഭാമ പറയുകയാണ്. അന്നേരം ഞാനിവിടെ ഇരിക്കാനല്ല വന്നത്, എൻ്റെ മകനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചതും സത്യാമ്മയാണ്, ഹണിമൂൺ ട്രിപ്പ് എന്നും പറഞ്ഞ് എല്ലാവരുടെയും കൂടെ എൻ്റെ മോനെ പറഞ്ഞു വിട്ടതും സത്യാമ്മയാണ്. എന്നിട്ട് എൻ്റെ മോൻ എവിടെ, അതിന് സമാധാനം സത്യാമ്മ പറഞ്ഞേ മതിയാകൂ, നാട്ടിൽ മുഴുവൻ നീതിയും ധർമ്മവും ഒക്കെ നടപ്പാക്കുന്ന ആളല്ലേ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നേ മതിയാവൂ എന്നും പറഞ്ഞ് പത്മാവതി അമ്മ എന്നങ്ങ് കരയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് ഉത്തരമൊന്നുമില്ല. എന്നിട്ടും പറയുകയാണ് രോഹിത്തിനെ നഷ്ടപ്പെട്ടിട്ടില്ല, രോഹിത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്, ഇത് ഇന്ന് പുലർച്ചെ വരെ വിഷ്ണു അവിടെ ഉണ്ടായിരുന്നു, രാവിലെയാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് നേരെ തിരിയുകയാണ് പത്മാവതി. എന്നിട്ട് മോനെ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, മഴ മൂലം കാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാതായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ പോലീസ് അറിയിക്കുമെന്നൊക്കെ അങ്ങ് കരഞ്ഞുകൊണ്ടാണ് വിഷ്ണു പറയുന്നത്. വിഷ്ണുവിന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. അന്നേരം പത്മാവതി ചോദിക്കുകയാണ്, അപ്പോൾ മഴ മൂലം കാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാതായി അല്ലേ, അപ്പോൾ എൻ്റെ മോനെ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് പത്മാവതിയുടെ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സത്യഭാമയും വിഷ്ണുവുമൊക്കെ. തുടർന്ന് പത്മാവതി അങ്ങ് ശാപവാക്കുപോലെ പറയുകയാണ്, എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടുപടിക്കൽ തന്നെ ഞാൻ തല തല്ലിച്ചാവും, എൻ്റെ മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, പിന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എൻ്റെ ചോരയിൽ ചവിട്ടിയായിരിക്കും, അതുപോലെ തന്നെ സത്യഭാമയുടെ വീട്ടുപടിക്കൽ നീതിയും ന്യായത്തിനും ഒക്കെ വേണ്ടി വന്ന് കാത്തു നിൽക്കുന്നവർക്ക് അതൊരു മനം പുരട്ടൽ ആയിരിക്കും, ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും ഈ പാപം നിങ്ങൾക്ക് കഴുകിക്കളയാനായിട്ട് കഴിയില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ സത്യഭാമയും വിഷ്ണുവും ഒക്കെ മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് സുസ്മിത നിൽക്കുകയാണ്. സരളയും അതേ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ നോക്കി തന്നെ പത്മാവതിയമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഈ രാക്ഷസിയുടെ ചങ്ക് പിളർന്ന് ഞാൻ ചോര കുടിച്ചിരിക്കുമെന്നിങ്ങനെ സുസ്മിതയെ നോക്കി പറയുകയാണ്. എന്നിട്ട് പത്മാവതിയമ്മ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സരള പിടിച്ചു നിർത്തുകയാണ്. കുറേ നേരമായാലും നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട്, അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ കരുതിയതെന്ന് സരള ദേഷ്യത്തോടെ അങ്ങ് ചോദിക്കുകയാണ്. അന്നേരം അതേപോലെ പത്മാവതിയും ദേഷ്യപ്പെടുന്നുണ്ട്. ഓഹോ, അപ്പോൾ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കരുതി ചൊല്ലും വിളിയും ഒക്കെ ഇല്ലാതെ വളർന്നതാണ് ഇവളെന്ന്. അന്നേരം സരളയും ദേഷ്യപ്പെടുന്നുണ്ട്. സരള പറയുകയാണ്, അങ്ങനെ ചൊല്ലും വിളിയും ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളുടെ ചെറ്റപ്പുരയിൽ വന്ന് ഇവൾ താമസിക്കുമോ എന്നൊക്കെ സരള അങ്ങ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം ആര് പറഞ്ഞു എൻ്റെ ചെറ്റപ്പുരയിൽ വന്ന് താമസിക്കാനായിട്ട്, ഈ കൊട്ടാരത്തിൽ തന്നെ ഇവൾക്കങ്ങ് താമസിച്ചൂടായിരുന്നോ എന്ന് തിരിച്ച് പത്മാവതിയും ചോദിക്കുന്നുണ്ട്. തുടർന്ന് പത്മാവതിയും സരളയും പരസ്പരം ഓരോന്ന് പറഞ്ഞ് കാട് കയറുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, രംഗം വഷളാവുകയാണല്ലോ, ഇനിയിപ്പോൾ രോഹിത്തിനെ സ്നേഹിച്ച് ചതിച്ചതും രോഹിത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരിയായ സുസ്മിത ഞാനാണ് എന്നൊക്കെ ഭാമാൻ്റെ അറിയുമല്ലോ, അപ്പോൾ രോഹിത്തിനെ വകവരുത്താനായിട്ട് തക്കം പാർന്നിരുന്നത് ഞാനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നുകിൽ സെൻട്രൽ ജയിലിൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള മരണം എനിക്ക് ഉറപ്പാകും, ഇനി എന്താണ് ചെയ്യുക എന്നങ്ങ് ആലോചിക്കുകയാണ്. അതേസമയം സരളയും പത്മാവതി അങ്ങ് വഴക്കടിക്കുകയാണ്. എൻ്റെ മകളെ
മകളെക്കുറിച്ച് എന്ത് കുറ്റമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ സരള ചോദിക്കുന്നുണ്ട്. അന്നേരം മകളുടെ വിശേഷമൊന്നും പറയണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് വഴക്കടിക്കുകയാണ്. തുടർന്ന് വിഷയം മാറ്റാൻ വേണ്ടി സുസ്മിത അവരുടെ ഇടയിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് രണ്ടാളും ഒന്ന് നിർത്തുന്നുണ്ടോ, ഈ രോഹിത്തിനെ കാണാതായി ചങ്ക പിളർന്ന് ഞാനിങ്ങനെ തകർന്നിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളിങ്ങനെ വഴക്കടിക്കണം. ഈ രണ്ടമ്മമാരെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. രോഹിതും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നിങ്ങളാണെങ്കിലോ എൻ്റെ മകള്, എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞങ്ങ് കാട് കയറുകയല്ലേ. എനിക്കിത്തിരി മനസ്സമാധാനം തന്നില്ലെങ്കിലും സ്വൈര്യം കെടുത്താതെ രണ്ടുപേരും ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ അങ്ങ് സുസ്മിത അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. ഇതൊക്കെ കേട്ട് ആകെ ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മയും വിഷ്ണുവും പിന്നെ ശാലിനിയും ഒക്കെ. പക്ഷേ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സത്യഭാമ. സുസ്മിതയുടെ സങ്കടം ആണ് എന്ന് കരുതിയാണ് സത്യഭാമയും നിൽക്കുന്നത്. ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രാഘവൻ നായരും. ഇനിയും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കടിക്കാനാണ് ഭാവമെങ്കിൽ രോഹിത്തിന് പിന്നാലെ ഞാനും അങ്ങ് പോകും. പഞ്ചകൈലാസത്തിൽ മാത്രമല്ല കൊക്കയൊക്കെ ഉള്ളത്, ഈ നാട്ടിലും കൊക്കയും കായലും ഒക്കെ ഉണ്ട് എന്നങ്ങ് ദേഷ്യത്തോടു കൂടി അങ്ങ് സുസ്മിത പറയുകയാണ്. അന്നേരം വീണ്ടും ദേഷ്യപ്പെടുകയാണ് പത്മാവതിയമ്മ പറയുകയാണ്, ഈ പറയുന്നതിൽ ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയി ചാകടി. നാട്ടിലെ കൊക്കയും കായലും ഒന്നും തിരക്കണ്ട. ഈ വീട്ടിലും ഉണ്ടല്ലോ ടെറസ്, നിന്നെ പോലൊരു ദുഷ്ട രാക്ഷസിക്ക് ചാടി ചാവാനുള്ള ഉയരമൊക്കെ സത്യഭാമയുടെ വീട്ടിലെ ടെറസിനുണ്ട്, പോയി ചാകടി എന്ന് പറയുകയാണ്. അന്നേരം അത് കേട്ട് സത്യഭാമയൊക്കെ ഒന്ന് അന്തം വിട്ട് നിൽക്കുമ്പോൾ സുസ്മിത അതേ നാടകം വീണ്ടും തുടരുകയാണ്. എങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഇവരുടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാവുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് സ്റ്റെപ്പ് കയറാനായിട്ട് പോവുകയാണ്. അന്നേരം സരളയും സത്യഭാമയും കൂടി പിടിക്കുകയാണ്. ഓരോ കയ്യിലായിട്ട് രണ്ടുപേരും പിടിച്ചിട്ടുണ്ട്. മോളെ പറയുന്നത് കേക്ക്, ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം എന്നെ, എനിക്ക് ചാവണം, ഇവരുടെ മുമ്പിൽ തന്നെ കിടന്ന് എനിക്ക് ചാവണം, എൻ്റെ ശവം ഇവരെ കൊണ്ട് പച്ചയ്ക്ക് തീറ്റിക്കണം, ഇവർ പറയുന്നത് കേട്ടില്ലേ, എനിക്കിനി ജീവിക്കണ്ടെന്നും പറഞ്ഞ് എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ബഹളം വയ്ക്കുകയാണ്. ഇതുകൊണ്ടങ്ങ് പല്ല് കടിച്ചു പിടിക്കുകയാണ് രാഘവൻ നായർ. വിഷ്ണുവും ആകെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയും കൂടി ശാരദാമ്മയുടെ കയ്യിലെ യന്ത്രവും പിടിച്ചുകൊണ്ട് ശാലിനിയും കൂടി ആ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്. അന്നേരം സരള പറയുകയാണ്, ഇവരെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അന്നേരം ഇല്ല, ഞാൻ ചാവുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് രണ്ടുപേരുടെയും കൈയങ്ങ് തള്ളി കളഞ്ഞ ശേഷം സുസ്മിത അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ ശാരദാമ്മയെ ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയെ അങ്ങോട്ട് മാറി നിൽക്കുക എന്നും പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം ഓർക്കാപ്പുറത്ത് ആ ഒരു തള്ളു കിട്ടിയതിൽ ശാരദാമ്മ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ ആ കയ്യിലിരുന്ന ആ യന്ത്രം അങ്ങ് അകത്തേക്ക് വന്ന് വീഴുകയാണ്. അന്നേരം അതെല്ലാവരും നോക്കി നിൽക്കുകയാണ്, എന്താണ് സംഭവം എന്നുള്ള മട്ടില്ല. തുടർന്ന് അത് മുന്നിലേക്ക് വീഴുമ്പോൾ ഇതെന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ സുസ്മിത ഓടി തിരികെ അങ്ങ് വരികയാണ്. എന്നിട്ട് അത് എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഇത് പഞ്ചകൈലാസത്തിലേക്ക് സ്ഥാപിക്കാനായിട്ട് സിദ്ധൻ ജപിച്ച് തന്ന യന്ത്രമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവും ശാരദാമ്മയും ശാലിനിയും രാഘവൻ നായരും ഒക്കെ. ഇത് നീ ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ചില്ലേ ശാലിനി എന്ന് സുസ്മിത ഇങ്ങനെ അത് ഉയർത്തി കാണിച്ച് ചോദിക്കുകയാണ്. അന്നേരം ആകെ ദേഷ്യത്തിൽ സത്യഭാമ നിൽക്കുകയാണ്. തുടർന്ന് അങ്ങ് ധൈര്യമൊക്കെ സംഭരിച്ച് അകത്തേക്ക് കയറുന്ന ശാലിനി പറയുന്നുണ്ട്, പ്രീതി യന്ത്രം സ്ഥാപിക്കുന്നത് നീയും കണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഒരു യന്ത്രം സ്ഥാപിക്കുന്നത് ഞാൻ കണ്ടു, അത് ഈ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം അതായിരുന്നോ അതോ ഇതാണോ എന്നിങ്ങനെ സുസ്മിത അങ്ങ് ചോദിക്കുകയാണ്. രംഗം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയും പ്രീതിയുടെ കാര്യം അറിയിക്കാനും ശാലിനിക്കെതിരെ സത്യഭാമയെ തിരിപ്പിക്കാനും വേണ്ടിയൊക്കെ തന്നെയാണ് സുസ്മിത അത് പ്ലാൻ ചെയ്തതും ആ പ്ലാൻ അവിടെ നടക്കുന്നുമുണ്ട്. തുടർന്ന് വീണ്ടും സുസ്മിത ചോദിക്കുകയാണ്, ഇതല്ലേ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം, നീ എന്തിനാണ് ശാലിനി ഇത് മാറ്റിക്കളഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ ഓർക്കാപ്പുറത്തുള്ള ചോദ്യം ശാലിനി പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്ന് ഞെട്ടിത്തരിച്ച് ശാലിനി ഇങ്ങനെ സുസ്മിതയെ നോക്കി നിൽക്കുകയാണ്. സുസ്മിതയുടെ ശാലിനിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ കയ്യിൽ നിന്നും സത്യഭാമ ആ യന്ത്രം വാങ്ങിച്ചിട്ട് ശാലിനിയുടെ അടുത്തേക്ക് എന്ന് ചോദിക്കുകയാണ്, ശാലിനി ഇതല്ലേ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം എന്നിങ്ങനെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി രണ്ടും കൽപ്പിച്ച് അതേന്ന് മറുപടി പറയുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, തീർന്നടി, നീ തീർന്നു എന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് എന്തിനാ ശാലിനി നീ യന്ത്രം മാറ്റി വെച്ചത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ഞാനല്ല എന്നുള്ള അതിൽ സങ്കടത്തോടെ ശാലിനി നിൽക്കുമ്പോൾ അമ്മ യന്ത്രം മാറ്റി വെച്ചത് ശാലിനിയല്ല, അതെ ഈ നിൽക്കുന്ന സുസ്മിതയാണ് എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് പറയുകയാണ്. അന്നേരം നിർത്തട, നീ പറയുന്നത് മാറ്റി വെച്ചത് സുസ്മിതയാണെങ്കിൽ ഇതെങ്ങനെ ശാരദാമ്മയുടെ സാരിത്തലപ്പിന് അടിയിൽ വന്നോ, അവരെന്തിനു ഒളിച്ചത് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ആ ഭാമയുടെ ചോദ്യത്തിന് ആർക്കും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് പൊട്ടിക്കരഞ്ഞ്
അഭിനയിക്കുകയാണ്. യന്ത്രം മാറ്റിവെച്ചത് ശാലിനിയും, അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് ഞാനും എന്ന് പറഞ്ഞ് ഭാമയുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് സുസ്മിത അങ്ങ് പൊട്ടി പൊട്ടി കരയുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. യന്ത്രം അവിടെ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ദുരന്തം വരുമെന്ന് സിദ്ധം പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിന് ഇങ്ങനെ അപകടം വന്നത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയും കരയുമ്പോൾ സരള അവളെ സമാധാനിപ്പിക്കുക എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് സരളയുടെ തൊള്ളിലേക്ക് വീണ് അങ്ങ് കരയുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യത്തോടു കൂടി കണ്ണൊക്കെ അങ്ങ് ചുവന്നു വരികയാണ് വിഷ്ണുവിന്. തുടർന്ന് സത്യഭാമ പത്മാവതിയുടെ കൈപിടിച്ച് പറയുകയാണ്, സംഭവിച്ചത് എല്ലാത്തിനും ഞാൻ പത്മാവതിയോട് മാപ്പ് ചോദിക്കുന്നു. തെറ്റ് സംഭവിച്ചത് ദൈവത്തിൻ്റെ മുൻപിലായാലും മനുഷ്യരുടെ മുൻപിലായാലും ഈ സത്യഭാമ അത് പരിഹരിച്ചിരിക്കും. പത്മാവതി ഇപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് പത്മാവതിയുടെ കൈ പിടിച്ച് ഇങ്ങനെ സത്യഭാമ കൈ കൂപ്പുന്നത് പോലെ അങ്ങ് പറയുകയാണ്, അപേക്ഷിക്കുന്നത് പോലെ പറയുകയാണ്. തുടർന്ന് കണ്ണീരൊക്കെ തുടച്ച ശേഷം സുസ്മിതയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് പത്മാവതി സത്യഭാമയുടെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട്. തുടർന്ന് വീണ്ടും അമ്മ എൻ്റെ രോഹിത് എന്നും പറഞ്ഞ് സരളയുടെ തൊള്ളിലേക്ക് കിടന്ന് സുസ്മിത അങ്ങ് കരയുകയാണ്. അതൊക്കെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് സങ്കടം വരികയാണ്. തുടർന്ന് ശാലിനി ചെന്ന് ഭാമയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, സത്യഭാമ യന്ത്രം മാറ്റി വെച്ചത് ഞാനല്ല എന്ന്. പക്ഷെ അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, യന്ത്രം ആര് മാറ്റി വെച്ചു എന്നുള്ളതല്ല ശാലിനി പ്രശ്നം, നീ എന്നിൽ നിന്നും ഇത് ഒളിപ്പിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നിങ്ങനെ സത്യഭാമ ദേഷ്യത്തോടെ പറയുകയാണ്. അതിന് മറുപടി ഇല്ലാതെ ശാലിനി നിൽക്കുകയാണ്. അന്നേരം തുടർന്ന് എന്തോ മനസ്സിൽ ആലോചിക്കുകയാണ്. ഇനി അടുത്ത പദ്ധതി ആലോചിക്കുകയായിരിക്കും സുസ്മിത. നേരം ശാരദാമ്മയും അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.